ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൗഡർ സെറ്റിങ്ങിനെ പറ്റി പറയാനാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡെർമ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഡെർമ പാലറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ക്രയോൺ യൂസ് ചെയ്യും. ആക്ച്വലി ഹ്യൂമിഡ് വെതറിനൊക്കെ ഇത് ആക്ച്വലി ഏതൊരു ബ്രാൻഡിനെക്കാളും ഇത് ഭയങ്കര നല്ല സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുമാതിരി ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുന്നത്. പൗഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൂസ് പൗഡർ ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ആയിരിക്കാം. അപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒന്നുകിൽ ബ്രഷ് എടുക്കും, ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രഷ് വെച്ചിട്ടായിരിക്കും നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബിഗിനേഴ്സിനായിരിക്കും ഇത് കൂടുതൽ കഷ്ടം കൊടുക്കുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് പാച്ചി ആയിട്ട് വരും, പിന്നെ അവിടെ ആയിട്ട് സ്പ്ലിറ്റ് ആയതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ക്രീം ബേസ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ബ്രഷസ് യൂസ് ചെയ്തല്ല നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യേണ്ടത്. പകരം എന്ത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, പകരം പൗഡറും അതേമാതിരി കോമ്പാക്ട്സും ഒരിക്കലും ബ്രഷ് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ക്രീം ഫൗണ്ടേഷൻ്റെ മേളിൽ പകരം എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ, ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ പിസ്സ പഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഏത് സ്ഥലത്തേക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് അതിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രഷസിനെക്കാളും, ബ്രഷസ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ, കുറച്ചുകൂടെ വിപുലമായിട്ട് വലിയ ഏരിയയിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് പോകും. പക്ഷേ ഇതാകുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ഏത് ഭാഗത്ത് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കണോ അവിടെ മാത്രമേ ഇത് പോകുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു പിസ്സ പഫ് എടുത്തിട്ട് പൗഡറിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാക്കി വരുന്ന ശരിക്കും ഡയറക്റ്റായിട്ട് ഇതിൽ നിന്നെടുത്ത് ഇടാൻ പാടില്ല. പകരം കുറച്ച് നമ്മളൊന്ന് നമ്മുടെ കയ്യിലോ ഏതെങ്കിലും നമ്മുടെ പാലറ്റ് ഉണ്ടെങ്കിൽ പാലറ്റിലോ അപ്ലൈ ചെയ്തിട്ട് അതിനെ വേണം നമ്മൾ അണ്ടർ ഐയിലായാലും ഈ രണ്ട് കവിളിൻ്റെ ഭാഗത്തായാലും എവിടെയായാലും നമ്മൾ എന്താ ചെയ്യുന്ന ബേക്കിംഗ്. ഇതെന്ന് പറയുന്നത് പൗഡർ നമ്മൾ ഡയറക്റ്റായിട്ട് പൗഡറിനെ നമ്മളിങ്ങനെ എന്തോ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പൗഡർ ഡയറക്റ്റായിട്ട് ഓവറായിട്ട് അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഒരു ബേക്കിംഗ് മോഡിൽ, അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്രീം ഫൗണ്ടേഷൻ്റെ മേൽഭാഗത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ബേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2 മുതൽ ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഓൾറെഡി ഈ പറയുന്ന മേക്കപ്പ് അവിടെ സെറ്റായി കഴിയും. ആ സെറ്റായതിനു ശേഷം ഇതുമാതിരിയുള്ള വലിയൊരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് എക്സസിന് ഡസ്റ്റ് ഓഫ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്, ടിഷ്യൂ പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ 2 ലെയറായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുമെങ്കിൽ 2 ലെയറിൽ നിന്ന് 1 ലെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ബ്ലോട്ട് ചെയ്യുന്ന മാതിരി നമ്മൾ എവിടെയൊക്കെ പൗഡർ അപ്ലൈ ചെയ്തോ ആ സ്ഥലത്തെല്ലാം ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ബ്ലോട്ട് ചെയ്തെടുക്കാമെങ്കിൽ എക്സസ് ആയിട്ടുള്ള എല്ലാ പൗഡറിങ്ങും പുറത്തു പോകും. അത് കഴിഞ്ഞിട്ടാണ് നല്ല നമ്മൾ ഇത് മേക്കപ്പ് ഫിക്സർ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുന്ന ഒരു ബേസ് നിങ്ങൾ വെയിലത്ത് പോയാലും മഴയത്ത് പോയാലും എങ്ങനെ നിങ്ങൾ എത്ര നേരം ഇട്ടാൽ പോലും നമ്മൾ സ്വയം റിമൂവ് ചെയ്യുന്നതല്ലാണ്ട് അത് മാറിപ്പോകില്ല. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം. ഓക്കെ, ബൈ.